എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഫീലിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ഹാപ്പി ആയിക്കോളൂ. അല്ലേ? എനിക്കും ഇഷ്ടമാണ് ഫീലിങ്സ് നോക്കാൻ. കാരണം പോസിറ്റീവ് റീഡിങ്സ് ആർക്കാ ഇഷ്ടമില്ലാത്തത് അല്ലേ? പോസിറ്റീവ് റീഡിങ് ചെയ്യുന്ന എനിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടാറുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സും നോക്കാം. നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സും അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും എങ്ങാനും അവർ കാണുന്നുണ്ടെങ്കിലോ ഈ വീഡിയോ അല്ലേ? അപ്പം നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് കൂടി അവർ അറിഞ്ഞോട്ടെ. എന്തായാലും ആദ്യം അവരുടെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് നോക്കിയിട്ട് രണ്ടാമത് നിങ്ങളുടെ ഫീലിങ്സ് അവർക്കായിട്ട് നോക്കാം. ഓക്കെ, അത് മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഓർക്കുക, അതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ, ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് ഫോർ മൈ വ്യൂവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ, അവരിപ്പോൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ തുടർച്ചയായിട്ട് കൊണ്ടുവരൂ കേട്ടോ. രണ്ട് കാർഡ് തനിയെ വീണു, ഞാൻ കാണിക്കാം. ഇത് എടുക്കുന്നില്ല, കാരണം ഒരു ബഞ്ച് ഓഫ് കാർഡ്സ് വീഴുന്ന നമ്മൾ എടുക്കില്ല. ഒറ്റയ്ക്ക് വീഴുന്ന കാർഡ്സ് എടുക്കാം. ഓക്കെ, ആദ്യം വീണത് 2 ഓഫ് കപ്സ്. രണ്ടാമത് വീണത് 4 ഓഫ് വാൻഡ്സ്. എന്ത് വേണം അല്ലേ? നൈറ്റ് ഓഫ് കപ്സ്, ടെമ്പറൻസ്, 2 ഓഫ് സ്ട്രെങ്ത്, ജഡ്ജ്മെന്റ്. ഓക്കെ, 4 ഓഫ് സ്വാർഡ്സ്. എന്തിനാ ടെൻഷൻ അല്ലേ? ഏസ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, എന്ത് പറ്റി? 5 ഓഫ് സ്വാർഡ്സ്. എന്ത് പറ്റി? ചാരിയറ്റ്, 3 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, ദി ഡെവിൾ. ഓക്കെ, തുടക്കം നല്ലതായിരുന്നു, താഴോട്ട് എത്തിയപ്പോഴത്തേക്കും കൺഫ്യൂഷനായി, സ്ട്രെസ്സായി. എന്താണ് കാര്യം? 3 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്. ഹെറോഫന്റ്. ഓക്കെ, 2 ഓഫ് കപ്സ് വെച്ചിട്ട് എന്താണെന്ന് അറിയാലോ? നിങ്ങളുടെ പേഴ്സൺ അതിതീവ്രമായി റീയൂണിയൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാണാൻ വരാൻ, നിങ്ങളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ, സംസാരിക്കാൻ, അടുത്ത് കാണാൻ എല്ലാം അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ആ ഒരു ഫീലിംഗ് തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രബലമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കാരണം വീക്കെൻഡാണ്, വീക്കെൻഡിൽ കാണാൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. 4 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട്, അത് എല്ലാ വീക്കെൻഡും ഇത് സംഭവിക്കാറുണ്ട്. മാർക്കറ്റിൽ, റെസ്റ്റോറൻറ്റിൽ, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഒരു പബ്ലിക് പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആയിരിക്കാം, ഒരു മീറ്റിംഗ് ആയിരിക്കാം, ഒരു കല്യാണമായിരിക്കാം, ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ കുറേ പേര് കൂടുന്ന ഒരു സ്ഥലത്ത്, ഇവൻ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യം വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ മറ്റുള്ളവർ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, കുറച്ച് ആൾക്കാർ ഉണ്ടായിരിക്കും, അവരുടെ ഇടയിൽ വെച്ചിട്ടാണ് നിങ്ങൾ തമ്മിൽ കാണുന്നത്. കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യവും വരുന്നുണ്ട് കേട്ടോ. തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ തരാനുള്ള സാധ്യതയുണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല, ഒരു എന്തെങ്കിലും ഒരു ജെസ്ചർ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട്
നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്പിരിച്വൽ ആയിട്ടും കൂടി ചിന്തിക്കുന്നുണ്ട് ഈയിടെയായിട്ട്. പ്രാർത്ഥിക്കുന്നുണ്ട് റെഗുലറായിട്ട്, അമ്പലം, പള്ളി, അങ്ങനെ ഒരു ഹീലിംഗ് അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കും, മെഡിറ്റേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, യോഗ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ലും അവര് സ്വയം ഹീൽ ചെയ്യാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് എത്തിക്കാനും അവര് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് വെച്ചിട്ട് വളരെ ക്ഷമയോടെ മാത്രം ഡീൽ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ഓക്കെ, ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തോ ഒരു പ്രശ്നം അവിടെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്താ പറയുക, വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. എടുത്തു ചാടി ഒന്നും തീരുമാനിക്കേണ്ട എന്ന് തന്നെയാണ് അവരുടെ ഒരു രീതി. അത് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും മനസ്താപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും സംസാരിച്ച് ക്ലിയർ ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ വഴക്ക്, പിണക്കം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ തമ്മിൽ കാണാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അവിടെ അത് സംസാരിച്ച് ശരിയാക്കാം എന്നവർ കരുതുന്നുണ്ട്. വളരെ തീവ്രമായിട്ട് തന്നെ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നവർക്ക് അതിതീവ്രമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. 4 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് വല്ലാത്ത സ്ട്രെസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഉറക്കമില്ലായ്മ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്കിങ് ഫേസ് ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് ചിന്തകൾ, സ്ട്രെസ്സ്, ആങ്സൈറ്റി എല്ലാം ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഐസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയെങ്കിലും തൽക്കാലം അവരൊരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു റിലേഷനിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്താപം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. സ്ട്രെസ്സ്, ഓവർ തിങ്കിങ് അത് വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. ഉറക്കമില്ലായ്മ വളരെയധികം ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചാരിറ്റ് വെച്ച് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് അവർ വളരെ തീവ്രമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യത. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അവർ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതേപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ് പലരുടെയും പേഴ്സൺ മാരീഡ് ആണ്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് എവിടെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് ഉണ്ട്. ഈ ഡിഫറൻസസ് കൊണ്ട് ഇവരുടെ വീട്ടുകാർ എതിർത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം അവരൊരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എപ്പോഴും സ്പൗസോ ഒരു റൊമാൻറ്റിക് റിലേഷനോ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ റിലേഷന് തടസ്സമായിട്ട് വരുന്ന എന്തുമാവാം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഞാൻ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ ഒരു ഡിഫറൻസസ് ഒക്കെ വരുമ്പോൾ നാച്ചുറലി ഫാമിലിക്ക് ഒരു എതിർപ്പ് കാണും അല്ലെ. പാരൻസിന് പാരന്റൽ പ്രഷർ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് അവർ വളരെ സ്ട്രെസ്ഡ് ആവുന്നതായിട്ടും ഇമോഷണൽ ആവുന്നതായിട്ടും കാണുന്നു. വീട്ടിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഫോഴ്സ്ഫുള്ളി ഒരു സെപ്പറേഷനിൽ ഇരുത്തിയിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഓർത്ത് അവർ വല്ലാതെ ഇമോഷണലായിട്ട് സങ്കടം എല്ലാം ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുൾ അവർ ഫീൽ ചെയ്യുന്നു. ഒബ്സെസ്ഡ് തോട്ട്സ് ആണ് നിങ്ങളെക്കുറിച്ച്. തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു മാഗ്നറ്റിക് പുള്ള് അവർ നിങ്ങളുടെ നേരേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. Divine, give me some more cards about the person that my viewers like. എൻ്റെ വ്യൂവേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയുടെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് എന്താണ് അവർക്കായിട്ട് എന്നൊന്ന് കാണിച്ചു തരൂ. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ പ്ലീസ്. എംപ്രസ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണെന്ന് തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെ തന്നെ മതി എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ വേണ്ട എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നും അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ വരുന്നത് എപ്പോഴാണ്? നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരു ഫാമിലി ലൈഫിലേക്ക് കിടക്കുമ്പോഴാണ് അല്ലേ. എന്ന് വെച്ചാൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ തീരുമാനം എടുക്കുന്നതായിട്ട്. അതുകൊണ്ടാണ് ചാരിറ്റിൻ്റെ എനർജി അവിടെ വന്നിരിക്കുന്നത്. ലവേഴ്സ്, യെസ്, വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളെ പ്രതി വല്ലാതെ സ്നേഹം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. തടസ്സങ്ങളെല്ലാം അവർക്കറിയാം.
പക്ഷെ അവർ ഉറച്ചു വിശ്വസിക്കുന്നത് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. നിങ്ങളെന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങോട്ട് എന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പലരും പാരന്റൽ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പിൽ പാരൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രഷർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാരീഡ് ആണെങ്കിൽ, സ്പൗസസ് ആണെങ്കിൽ, നിങ്ങളുടെ എയ്തർ സൈഡിലുള്ള ഒരു മദർ ഇൻ ലോ, ഒന്നുകിൽ നിങ്ങളുടെ മദർ ഇൻ ലോ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മദർ ഇൻ ലോ ആയിരിക്കാം. അവരുടെ ഭാഗത്തു നിന്നും കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ബോധർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. മദർ ഇൻ ലോയുടെ ഒരു ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആയിട്ട് ബാധിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ മിക്കവാറും ഒരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാരോ റീഡിംഗ് ഒരുപാടായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെയൊക്കെ അതിനൊരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്, ഇതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൂജകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. പ്രാർത്ഥനകൾ, സ്പിരിച്വലായിട്ട് കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. കാരണം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടണം, കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ പാരന്റൽ പ്രഷർ മറികടന്ന് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനകളോ അതുപോലെ ഒക്കൽട്ട് റിലേറ്റഡ് കാര്യങ്ങൾ, അതായത് ടാരോ റീഡറെ സമീപിച്ചിരിക്കാം, ജ്യോത്സ്യനെ സമീപിച്ചിരിക്കാം, ഒരു പരിഹാരം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്വയം തന്നെ ഒരു ടാരോ റീഡറോ ഈ പറഞ്ഞ ഒക്കൽട്ട് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം, ഒരു പ്രീസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ. അതേപോലെ സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം. ഓക്കെ. അതായത് ഉപദേശങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഉപദേശങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ റീഡിംഗ് ഒരുപാട് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെയും കാണുന്നുണ്ട്. ഓക്കെ. 9 ഓഫ് കപ്സ് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ. എന്ത് പ്രശ്നമായാലും, അവിടെ മദർ ഇൻ ലോ ആയാലും എന്ത് തന്നെ പ്രശ്നങ്ങളായാലും അൾട്ടിമേറ്റ്ലി അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ജോലിയിലും കൂടി തിരക്കിലാണ്. ഓക്കെ. എന്ത് ചെയ്യുമ്പോഴും, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ തന്നെയാണ് അവരെ ഭരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. കുറച്ച് കാർഡ്സ് എടുക്കാം, എന്നിട്ട് നിങ്ങളുടെ ഫീലിങ്സിലേക്ക് പോകാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം പാരന്റൽ പ്രഷറും ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഒക്കെ വരുന്ന അവിടെ തീർച്ചയായിട്ടും സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങളും ഈ കാര്യത്തിൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെ തീരുമാനിക്കുന്നതായിട്ടും കാണുന്നു. ഒന്ന് പ്ലാൻ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പ്ലാനിങ് ചെയ്യുന്നതായിട്ടും കാണുന്നു. കൂടുതൽ പേരും അവരുടെ സുഹൃത്തുക്കളുടെ സഹായം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മൂന്നാമതൊരാളുടെ സഹായം അവര് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഒരു മീഡിയേഷൻ പോലെ സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ ഒരു മൂന്നാമതൊരാളുടെ സഹായം തേടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സന്റെ ഇന്നത്തെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് വേണ്ടിയിട്ട് നോക്കാം. ഇനി നിങ്ങളുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സ് ഒരു പേഴ്സണെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഡിവൈൻ. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ്? എടുക്കുന്നില്ല, ഷഫിളിങ് മുഴുവനായിട്ടില്ല. എൻ്റെ വ്യൂവേഴ്സിന് അവർ സ്നേഹിക്കുന്ന ആ വ്യക്തിയോടുള്ള കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്നും അവർക്കായിട്ടുള്ള കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. എടുക്കട്ടെ. 5 ഓഫ് സ്വാർഡ്സ്, മജീഷ്യൻ, ഈ കാർഡാണ് ആദ്യം വീണത് കേട്ടോ. സ്റ്റാർ, ഓക്കെ. കിങ് ഓഫ് സ്വാർഡ്സ്, ശരി.
Ace of Wands, 3 of Cups, Queen of Cups, okay, Ace of Pentacles, 4 of Wands, ലവേഴ്സ് ഉറപ്പായിട്ടും അത് വരും എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു. 5 of Cups, ഓക്കെ, 9 of Cups, എംപ്രസ്, ക്ലാരിഫൈ 5 of Swords. എന്തിനെ കുറിച്ചാണ് സ്ട്രെസ് അനുഭവിക്കുന്നത് ഡിവൈൻ? ഇവര് എൻ്റെ വ്യൂവേഴ്സ് എന്തിനെ കുറിച്ചാണ് സ്ട്രെസ് അനുഭവിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് എൻ്റെ വ്യൂവേഴ്സ് സ്ട്രെസ് അനുഭവിക്കുന്നത്? 2 of Pentacles, കിങ് ഓഫ് സോർട്സ്. കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി അവിടെ എന്തുകൊണ്ടാണ് വന്നത്? കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി എന്തുകൊണ്ടാണ് അവിടെ വന്നത്? ടെമ്പറൻസ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സണായിട്ട് കേട്ടോ. 2 of Pentacles വെച്ചിട്ട് നിങ്ങളിൽ പലരും ഒരു കൺഫ്യൂഷൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് കേട്ടോ. അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഏത് സൈഡിൽ, ഒന്നിൽ നിങ്ങളുടെ സൈഡിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരു തടസ്സപ്പെട്ട് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ജഗ്ലിംഗ് സിറ്റുവേഷൻ നിങ്ങളെ വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നതാക്കിയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു തീരുമാനം പറയുന്നില്ല. ഓക്കെ, എയ്തർ വേ ഒരു ജഗ്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്. ആ ജഗ്ലിംഗ് കാരണം നിങ്ങൾ വല്ലാതെ സ്ട്രെസ്സിലാണ് എന്ന് കാണുന്നു. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് തുടർച്ചയായിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല പല മാനിഫെസ്റ്റേഷൻ ടെക്നീക്സ് ചെയ്യുന്നുണ്ട്. ടാരോ റീഡിങ് ഒരുപാട് കാണുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അതിൽ പറയുന്ന തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, തുടർച്ചയായിട്ട് അവരെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റാർ വെച്ചിട്ട് അവർ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർ നിങ്ങളുടെ ഒരു ലക്കി ചാമാണ് എന്ന് തന്നെ നിങ്ങൾ കരുതുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങൾക്ക് ലൈഫിൽ വേറെ എല്ലാം ഉണ്ട്, പക്ഷെ അവരും കൂടി ഉണ്ടെങ്കിലേ പൂർണ്ണത വരുന്നുള്ളൂ. അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു ഈഗോ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും അത് സമാധാനിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ എന്ത് ദേഷ്യപ്പെട്ടിരുന്നാലും അവരെ സമാധാനിപ്പിക്കാൻ നിങ്ങൾക്കറിയാം. അവരൊരു ജഗ്ലിംഗ് ഫേസ് ചെയ്യുന്നുണ്ട്, ടെൻഷൻ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നാണ് ഒരു വഴക്കുണ്ടായത്. നിങ്ങൾ കഴിയുന്നതും ക്ഷമിച്ച് അത് മുന്നോട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടൊരു വ്യക്തിയുമാണ്. വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഈ ഈഗോ ഇഷ്യൂസ് എല്ലാം മാറി അവർ പ്രോപ്പറായിട്ട് വരണം എന്നുള്ളൊരു ചിന്ത, ഒരു പ്രാർത്ഥന നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഐസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം അവരോടൊപ്പം എന്നൊക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇൻക്ലൂഡ് ചെയ്ത് അത് പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. ഓക്കെ, അവരെ കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് സംസാരിപ്പിക്കാം. സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കാം. ആ ഇമോഷണൽ സൈഡ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഇമോഷണൽ സൈഡ് നിങ്ങളുടെ പേഴ്സണെ ഓർമ്മിപ്പിച്ച് ആ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്താം എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു 100% മുഴുവനായിട്ട് തന്നെ നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ പേഴ്സണുമായിട്ട്. ഓക്കെ, ഇവർക്ക് സങ്കടപ്പെട്ടാൽ നിങ്ങൾക്ക് സങ്കടം വരും, ഇവർക്ക് സന്തോഷം വന്നാൽ നിങ്ങൾക്ക് സന്തോഷം വരും. അത്രയും ഇമോഷണലി കണക്റ്റഡ് ആണ് നിങ്ങൾ. നിങ്ങൾ തമ്മിൽ കാണണം പോലും ഇല്ല, ടെലിപ്പതിക്കലി നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത്. അവിടെ വിഷമിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്റ്റഡ് ആണ് എന്ന് കാണുന്നു കേട്ടോ. ഏസ് ഓഫ് പെന്റക്കിൾസ് വെച്ച് ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുമുണ്ട് കേട്ടോ. 4 ഓഫ് വാൻസ് വെച്ചിട്ട്
ഒരു ഇവന്റിൽ, ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, അങ്ങനെ 4 ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. ആ അവിടെ വെച്ച് നിങ്ങൾക്ക് തമ്മിൽ കാണാൻ സാധിക്കും, സംസാരിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. അതും ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡാണ്. ഓക്കെ. അവിടെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു റൊമാൻറ്റിക് ബിഗിനിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹമാണ്. തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ. അവര് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്. ഇവരെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീലിംഗ് ആണ്. വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവരെ എന്ന് കാണുന്നു. 9 ഓഫ് കപ്സ് വെച്ചിട്ട് തീർച്ചയായും അവര് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് തന്നെയാണ്. നിങ്ങൾക്ക് ലൈഫിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും ഇവരുടെ ഒരു കുറവ് അതെപ്പോഴും ഉണ്ട്. ഓക്കെ. അവരും കൂടി വരുമ്പോഴേ നിങ്ങളുടെ ലൈഫ് പൂർണ്ണമാകുന്നുള്ളൂ എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മ സ്ഥാനത്ത് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതിനൊരു റീപ്ലേസ്മെന്റ് ഇല്ല. അവരെ പാർട്ട്ണറായി കിട്ടിയില്ലെങ്കിൽ വേറെ ആരും വേണ്ട എന്ന് തന്നെയാണ് നിങ്ങളുടെ തീരുമാനം. അവരെ ആ ലൈഫിൽ നിന്നും പുറത്ത് കളയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ ഒരിക്കലും ആലോചിക്കുകയില്ല. കാരണം നിങ്ങൾ അവരെ അത്രയും ഹൈ ലെവലിലാണ് നിങ്ങളുടെ ലൈഫിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓക്കെ. ഒരിക്കലും അവരെ വിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ലൈഫ് ലോങ് ഇവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഗിവ് മീ സം മോർ കാർഡ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫീലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരൂ. രണ്ടുപേരും തന്നെ പരസ്പരം വളരെ തീവ്രമായിട്ട് സ്നേഹിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരുണ്ടെങ്കിലും മാനസികമായിട്ട് വളരെ ലോൺലി ആയിട്ട്, നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷനിൽ ഇരിക്കുകയാണെങ്കിൽ പോലും, ഒരു 100 പേരുള്ള ഒരു ഫംഗ്ഷനിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് മാനസികമായിട്ട്. അത് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫീലിങ്സ് പലതും നിങ്ങൾ മനസ്സിൽ അടക്കി പിടിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണുന്നത്. തുറന്ന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. സിറ്റുവേഷൻസ് പലതായിരിക്കാം. എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ വല്ലാത്തൊരു വിഷമവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. 2 ഓഫ് കപ്സ്, തീർച്ചയായും നിങ്ങളുടെ പേഴ്സണെ കാണാൻ സാധിക്കും. ഒരു റീയൂണിയൻ വേണം എന്ന് തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഇവന്റിന്റെ കാർഡ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ വെച്ച് തമ്മിൽ കാണാൻ സാധിക്കും എന്നൊരു ഹോപ്പ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാം എന്തെങ്കിലും രീതിയിൽ എന്നും നിങ്ങൾ കരുതുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹം തന്നെയാണ് വീണ്ടും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് ആ സ്നേഹം മനസ്സിൽ അടക്കി പിടിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത് കേട്ടോ. ഹൈ പ്രീസ്റ്റസ്, വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ചില ഇഷ്യൂസ് കാരണം നിങ്ങൾ ഒരു പക്ഷേ ഒരു ജ്യോത്സ്യനെയോ ടാരോ റീഡറെയോ എല്ലാം സമീപിച്ചിരിക്കാം. അല്ലെങ്കിൽ ടാരോ റീഡിംഗ് ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ട്. 1, 2 ഒന്നും അല്ല, അതിൽ കൂടുതൽ ടാരോ റീഡിംഗ് നിങ്ങൾ ഒരു ദിവസത്തിൽ കാണുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. കാരണം അത്രയധികം ടാരോ ആയിട്ടുള്ള ഒരു റിലേഷൻ അവിടെ കാണുന്നു. തുടർച്ചയായിട്ട് ഒരു ടാറോ റിലേറ്റഡ് ആക്ടിവിറ്റി നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. കുറച്ച് കാർഡ്സ് കൂടി തരൂ ദിവൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഫീലിങ്സ്. 9 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് കൂടി ബോധേഡാണ് ഈയിടെയായിട്ട് എന്ന് കാണുന്നു. ഓക്കെ. വളരെയധികം സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട്, സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പലരും പുതിയ ജോലി തുടങ്ങിയിരിക്കാം, നല്ലപോലെ സമ്പാദിക്കുന്നുണ്ടായിരിക്കും. സ്വന്തം കാര്യങ്ങളും സ്വന്തം റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾ മറന്നിട്ടില്ല. അതും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ മറന്നിട്ടൊന്നുമില്ല. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചും നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നു.
കേട്ടോ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ സ്വയം സമ്പാദിക്കുന്നുണ്ട്. സ്വയം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ 2 കാലിൽ ഉറച്ചു നിൽക്കുകയാണ്. ഓക്കെ. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി വേണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, അല്ലെ? എന്നാലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വയം സമ്പാദിക്കാൻ ശ്രമിക്കുക. ന്യായമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന തൊഴിൽ, ന്യായമായ രീതിയിൽ, മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന തൊഴിൽ ചെയ്യുക. ഓക്കെ. സമയം കളഞ്ഞ് വെറുതെ ഇരിക്കരുത്, എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. സ്വന്തം ഫൈനാൻസ് കയ്യിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ, കേട്ടോ. കള്ളം കാണിച്ച് പൈസ ഉണ്ടാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം, മനസ്സിലായില്ലേ? ഞാൻ മാന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി എന്ത് തന്നെ ആയാലും, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കും, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ ശ്രമിക്കാം, കേട്ടോ. 7 ഓഫ് പെൻഡക്കിൾസ് വീണ്ടും ജോലിയുടെ കാര്യം തന്നെയാണ്. നിങ്ങൾ അതിനെപ്പറ്റി വളരെ ബോധേഡായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം കരിയറിനെ പറ്റിയിട്ട്, സ്വന്തം സമ്പാദ്യത്തിനെ പറ്റിയിട്ട്, സ്വന്തം സേവിങ്സിനെ പറ്റിയിട്ട് നിങ്ങൾ വളരെയധികം ബോധർ ചെയ്യുന്നുണ്ട്. കാരണം സെൽഫ് റെസ്പെക്റ്റിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്, കേട്ടോ. ദ വേൾഡ്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എബ്രോഡ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയുമായിരിക്കാം, കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് ജോലിയിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നു, ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പേഴ്സണെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ. നാട്ടിലേക്ക് വന്നിട്ട് വേണം നിങ്ങളുടെ പേഴ്സണെ കാണാൻ. നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നാട്ടിലായിരിക്കും, 2 കൺട്രീസിലായിരിക്കാം, ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് ആ ഡിസ്റ്റൻസ് നിങ്ങളെ വല്ലാതെ ബോദർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാണുന്നു. ലാസ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ്, ഞാൻ പറഞ്ഞില്ലേ, മിസ്സിങ് എനർജി ആണ്. ലോങ് ഡിസ്റ്റൻസ് വരുന്നത് കൊണ്ടാണ് അവിടെ മിസ്സിങ് എനർജി വരുന്നത്. ലോങ് ഡിസ്റ്റൻസിൽ ഉള്ളവർ അവരുടെ പേഴ്സണെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ മിസ് ചെയ്ത് ചുമ്മാ ഇരിക്കൊന്നുമല്ല, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, കരിയറിലായാലും ജോലിയിലായാലും വീട്ടിലായാലും റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നും കാണുന്നു. ഓക്കെ. ഇതായിരുന്നു നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ഓക്കെ. എത്രത്തോളം റെസനേറ്റ് ആയെന്ന് പറയൂ, കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ. അപ്പം മൺഡേ 11 മണിക്ക് മെമ്പേഴ്സ് ലൈവ്, കേട്ടോ, മെമ്പേഴ്സ് ലൈവ് ചെയ്യുന്നുണ്ട്. വേണ്ടവർ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ മെമ്പേഴ്സ് ആണേ, മെമ്പേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റും കൂടെ ഇട്ടേക്കാം. ഓക്കെ. വേറെന്താണ്? സബ്സ്ക്രൈബേഴ്സ് ലൈവും ചെയ്യാം, കേട്ടോ. ആദ്യം മെമ്പേഴ്സിന് വേണ്ടി ഒന്ന് ചെയ്തോട്ടെ, അവർ കുറേ കാലമായി ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം മൺഡേ ജോയിൻ ചെയ്തോളൂ, കേട്ടോ, എല്ലാവരും. പിന്നെന്താണ്? ഇവരൊന്നുമില്ല, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണേ. എന്നാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ്. ബൈ.